ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എങ്ങനെയാണ് സുഖമായിട്ടിരിക്കില്ല? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മിനി ഷോപ്പിംഗ് വ്ളോഗ് പോലെയൊക്കെ എടുക്കുക. അപ്പം എനിക്കും ചേച്ചിക്കും കുറച്ച് പർച്ചേസിങ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തിരുമല രാമേന്ദ്രയിലോട്ട് പോയി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ബേബി സെക്ഷനിലോട്ടാണ് പോയത്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി പ്രസവിച്ചു. അപ്പോൾ ചേച്ചിയുടെ കൊച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ കണ്ണാടി കണ്ടാൽ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമല്ലോ. കാരണം 10 പേരെ അറിയിക്കാൻ വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ ഇടണമല്ലോ. പിന്നെ എന്താണെന്നോ എനിക്ക് ഈ ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. ഇത് ഫുൾ ഫെയ്ഡായി തുടങ്ങി. പിന്നെ എവിടെ പോയാലും മാമി വലിച്ചു വാരി ഇടുന്നതൊരു മെയിനാണ്. അവൾ വലിച്ചു വാരി ഇടും, ഞങ്ങൾ എടുത്ത് വയ്ക്കും. അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ചേച്ചി ഇങ്ങനെ നോക്കുക ഓരോ സാധനങ്ങൾ. പിന്നെ നമുക്ക് ഈ ബേബി സെക്ഷനിലോട്ട് പോകുമ്പോഴേ കുറച്ച് ഇഷ്ടം കൂടുതലാണ്. എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലാണ് കേട്ടോ. അപ്പോഴുണ്ട് ഈ ഡ്രസ്സുകളൊക്കെ കണ്ണിപ്പെട്ടത്. ഇതൊന്നും മാമി ഇടത്തില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു ചാക്ക് നിറച്ച് ഫ്രോക്കുകൾ, നല്ല നല്ല ഫ്രോക്കുകൾ ഇരിക്കുക. പക്ഷെ അവൾ ഇടത്തില്ല. അവൾ എപ്പോൾ നോക്കിയാലും ഒരു ബെർമുഡേ ഒരു ബനിയൻ സെറ്റ് മാത്രമേ ഇടത്തുള്ളൂ. അപ്പോഴുണ്ട് മാമി എൻ്റെ കയ്യിൽ നിന്ന് ഈ ടോയ് വാങ്ങിച്ചുകൊണ്ട് അവൾ അമ്മയെടുത്ത് പോയി. വഴക്ക് കിട്ടിയപ്പോൾ അതേ സ്പീഡിൽ എൻ്റെ കൈ കൊണ്ട് തരുകയാണ്. നല്ല കുട്ടിയാണ്, നല്ല അനുസരണയുള്ള കുട്ടിയാണ് എൻ്റെ കുട്ടി. എന്ത് പറയാൻ. അപ്പോൾ ഉണ്ടല്ലോ ചേച്ചി ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുകയാണ്. നല്ല മെറ്റീരിയലല്ല, പിന്നെ കുഞ്ഞു ബേബീസിന് ഇതൊക്കെയല്ലേ പറ്റത്തുള്ളൂ. അപ്പോഴുണ്ട് ഈ ഒരു സാധനം, ഇത് ഷീറ്റാണ്. കുട്ടികളെ കുളിപ്പിച്ചിട്ട് എന്തോ ഇടണതാ, അങ്ങനെ എന്തോ ഷീറ്റാണ്. ഇതുപോലത്തെ എത്ര ഷീറ്റ് മാമിക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചാണെന്നറിയാമോ. പിന്നെ നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സ്, ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് തയ്ക്കാനുള്ള മെറ്റീരിയൽ എടുക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് പോയത് സാരി സെക്ഷനിലാണ്. സാരിയിൽ നല്ലത് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് എടുത്ത് നോക്കാം, എന്നിട്ട് നമ്മൾ മെറ്റീരിയൽ അല്ലാണ്ട് മേടിക്കാമെന്നാണ് വിചാരിച്ചത്. സാരിയുടെ അവിടെ പോയപ്പോൾ എനിക്കൊരു നാഗവല്ലി കയറിയ ഫീലിംഗ് ആയിരുന്നു. ഇതാണ്ട് ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റേറ്റും കുറവായിരുന്നു. അപ്പം ഞാൻ കുറേ നേരം നിന്നു, ചേച്ചി എടുത്ത് തരുമെന്ന് വെച്ചിട്ട്. ചേച്ചി എടുത്ത് തന്നില്ല. ചേച്ചി കാണിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു കൊള്ളാം, ഇനിയിപ്പം ഞാൻ പറയണം എടുത്ത് താ എന്ന് പറഞ്ഞാൽ എടുത്ത് തരും. പിന്നെ ഞാൻ ചോദിച്ചു വേണ്ട. പിന്നെ അടുത്തതായി ഈ ഒരു വയലറ്റ്, ഈ വയലറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനെയും കാട്ടി എനിക്ക് മറ്റേ ഗോൾഡാണ് ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ സാരികൾ തപ്പിയിട്ടതാ എൻ്റെ കണ്ണിൽ ഞാൻ സാരി എടുക്കുമ്പോൾ അവളും എന്തൊക്കെയോ പറക്കിയെടുക്കും. ഈ പച്ച ഇച്ചിരി നല്ല ഭംഗിയില്ലേ കാണാൻ, ഇച്ചിരിയല്ല നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ റേറ്റൊക്കെ നോക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു റേറ്റൊക്കെ നല്ല കുറവാണ്. ഇതൊരു 500 600 സംതിങ് ഒക്കെ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഈ സാരി എടുത്തിട്ട് ബ്ലൗസ് തച്ചിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയാലോ എന്ന്. പിന്നെ ചോദിച്ചു അത് വേണ്ട. അപ്പം ഞാൻ അടുത്ത ഈ മെറ്റീരിയലാണ് ഞാൻ എടുക്കാൻ വേണ്ടിയിരുന്നത്. കാരണം നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴും ഇത് നല്ല സുഖമല്ലേ, അങ്ങനെ അത് എടുത്തു. അതിന് റേറ്റ് കുറവായിരുന്നു. 300 400 എന്തോ ആയുള്ളൂ. ഒരു സാരി എടുത്താൽ പാവാടിയും ബ്ലൗസും ഒക്കെ നമുക്ക് തയ്ക്കാനായിട്ട് പറ്റൂല. അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് ബിൽ പേ ചെയ്തിട്ട് നമ്മളിതാ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ ലിഫ്റ്റിന് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മൾ ലിഫ്റ്റ് വരത്തുള്ളൂ. വാമി ഭയങ്കര ഗൗരവത്തിൽ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുപ്പി മേടിക്കാൻ വേണ്ടി വാമിക്ക് ഇച്ചിരി ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കണമായിരുന്നു. അവളിപ്പോൾ എൻ്റെ വാട്ടർ ബോട്ടിൽ എടുത്താണ് വെള്ളം കുടിക്കണം. അപ്പോൾ അവൾക്ക് വേണ്ടി സെപ്പറേറ്റ് വാങ്ങാമെന്ന് വെച്ച് പോയി. അവിടെ പോകുമ്പോഴും എനിക്ക് വാട്ടർ ബോട്ടിൽ കാണുമ്പോൾ ഭയങ്കര ആക്രാന്തമാണ്. എന്ത് കഷ്ടമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ കുറച്ച് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് പോയി. എന്തായാലും സമയം ഒരുപാടായി. അപ്പം വിചാരിച്ചു ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. വലിയതായിട്ടല്ല, അവിടെ പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ട്, പക്ഷേ അത് നമുക്ക് പിടിക്കൂല. അപ്പോൾ ചേച്ചി പറഞ്ഞു ഒരു ബനാന മിൽക്കോ അങ്ങനെ എന്തോ ഒരു സംഭവം, അതും ഒരു കേക്ക്. മാമിക്കാണ് കേക്ക്. ബനാന മിൽക്ക് വാങ്ങിച്ചു. അല്ല ബനാനയല്ല, ബദാമാണ് കേട്ടോ. ബനാന ബദാം മിൽക്കായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. ഒരു 40 45 ആണ്. ഒരെണ്ണം മേടിച്ചുള്ളൂ. കാരണം 2 മേടിച്ചിട്ട് കൊള്ളൂല്ലെങ്കിൽ വെറുതെ കളയണമല്ലോ. അതുകൊണ്ട് പിന്നെ ഒരെണ്ണം മേടിച്ചിട്ട് ഞാനും ചേച്ചിയും കൂടെ കുടിച്ചിട്ട് ഈ കേക്ക് വാങ്ങി കഴിക്കൂല. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല കേക്കാണ് കേട്ടോ. ഇതിന് ഒരു 40 45 എന്തോ ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മാമിയുടെ ഭയങ്കര സ്നേഹമാണ് കേക്കൊക്കെ എടുത്ത് എനിക്ക് തരുന്നത്. പറഞ്ഞിട്ടാണ് ഇവളെടുത്ത് തരുന്നത്. അപ്പം നമ്മുടെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നു. കാരണം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞാൻ വീഡിയോ ഇട്ടല്ല. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.